ഹലോ പ്രിയപ്പെട്ടവർക്ക് മലയാളം എന്ന ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ പാഠഭാഗം മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ഭാഷ പോത്തും സംസ്കാരം തളർത്തുമെന്ന യൂണിറ്റിൻ്റെ വിശകലനം ചെയ്യുമ്പോൾ ഭാഷയെപ്പറ്റി കാര്യമായി സംസാരിച്ചിരുന്നു. കുട്ടികളത് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഭാഷയെന്നും ഭാഷയുടെ വാമൊഴിയെപ്പറ്റിയും വരമൊഴിയെപ്പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. മാതൃഭാഷയെപ്പറ്റി, ആ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദിയാണ് എന്ന് പറയുന്ന ഈ ലേഖനം എഴുതിയിട്ടുള്ളത് ദക്ഷിണേന്ത്യയിലെ തന്നെ അഭിനേതാവായിട്ടുള്ള, നിങ്ങൾക്കെല്ലാം സുപരിചിതനായിട്ടുള്ള പ്രകാശ് രാജ് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ആ ലേഖനം തർജ്ജമ ചെയ്തിട്ടാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഈ ലേഖനം വിവർത്തനം ചെയ്തിട്ടുള്ളത് സുധാകരൻ രാമന്തളി എന്ന വ്യക്തിയാണ്. തൻ്റെ മാതൃഭാഷയെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ് പ്രകാശ് രാജ് എന്ന് നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണ് മാതൃഭാഷ? ജന്മം കൊണ്ട് നമുക്ക് നമ്മുടെ അമ്മയെ ലഭിക്കുന്നത് പോലെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ശ്വാസവും ജീവനും രക്തവുമാണ് നമ്മുടെ ഭാഷ, അല്ലേ? ഒരു കുഞ്ഞ് കമഴാൻ പഠിക്കുന്നത് ആരും പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടല്ല. ഒരു കുഞ്ഞ് കമന്ന് നീന്തുന്നത് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. മുട്ടുകുത്തി നടക്കുന്നതും പതിയെ വീണ് എണീറ്റ് നടക്കുന്നതും നിവർന്ന് നിൽക്കുന്നതുമെല്ലാം അവർക്ക് അതാരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. അങ്ങനെ തന്നെ തൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മാതൃഭാഷ എന്ന് പറയുന്ന സങ്കല്പം. ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേതാണ്. ആകാശങ്ങൾക്കൊപ്പം നടക്കാൻ ആകാശങ്ങളോളം സ്വപ്നം കാണുന്നവരാണ് നമ്മളെല്ലാവരും. ആ സ്വപ്നങ്ങൾ എത്തിച്ചേരാൻ, ആകാശത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഭാഷ ഉണ്ടാവണം. ആ ഭാഷയെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മൾ ആഴത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രകാശ് രാജ് തൻ്റെ മകളുമായിട്ട് നടന്നിട്ടുള്ള ഒരു അനുഭവത്തെയാണ് ആദ്യം ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മകൾക്ക് ഏതാണ്ട് 5 വയസ്സുള്ളപ്പോൾ അവർ പച്ചക്കറി വാങ്ങാനായിട്ട് അവരൊരു മാർക്കറ്റിലേക്ക് പോവുകയാണ്. എന്നോടൊപ്പം പച്ചക്കറി വാങ്ങാനായിട്ട് അവളും പുറപ്പെട്ടു. അങ്ങനെ ഞാനും മകളും, പ്രകാശ് രാജും മകളും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. പച്ചക്കറി വാങ്ങുമ്പോൾ അവൾ തന്നെ വിലപേശി എന്താണ് വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതും മകളുടെ ജോലിയായിട്ട് ഞാൻ അവൾക്ക് നൽകിയിരുന്നു. അങ്ങനെ പച്ചക്കറി കടയിലേക്ക്, മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ വാങ്ങേണ്ടിയിരുന്ന മുളകിനും വഴുതനങ്ങയ്ക്കും പകരം അവൾ പച്ചക്കറി കടയിൽ വിൽപ്പനയ്ക്കിരുന്ന വൃദ്ധയോട് പറയുന്നത് ബ്രിഞ്ചാളെന്നും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന് പൊട്ടാറ്റോ എന്നും മുളകിന് ചില്ലി എന്നൊക്കെയാണ്. അത് കേട്ടപാടെ എനിക്ക് വല്ലാത്തൊരു അരിശം തോന്നി. എൻ്റെ 5 വയസ്സുള്ള മകളുടെ ഇംഗ്ലീഷ് പാണ്ഡിത്യം കേട്ടിട്ട് വൃദ്ധയ്ക്ക് യാതൊന്നും തന്നെ മനസ്സിലായിട്ടില്ല. അവളെപ്പോലെ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയായിരിക്കാം. എന്നിരുന്നാലും ആ വൃദ്ധയോട് തനിക്ക് വേണ്ടത് എന്താണെന്ന് സ്വന്തം ഭാഷയിൽ പറയാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയാണല്ലോ തൻ്റെ മകളെന്ന് വലിയ വേദനയാണ് എനിക്കുണ്ടായിരുന്നത്. അവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് എൻ്റെ ഉള്ളിൽ വലിയ ദേഷ്യമുണ്ടായി. മകളുടെ പ്രവൃത്തിയിൽ വേദനയും സങ്കടവും എൻ്റെ ഉള്ളിൽ വരികയും അവളോട് ഞാൻ വഴക്കിടുകയും ചെയ്തു. എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും? വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും വഴക്കോട് വഴക്കാണ് ഈ കാര്യത്തിൻ്റെ പേര് പറഞ്ഞ്. എൻ്റെ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സ്വന്തം ഭാഷ പറയാനറിയാത്തവളായിട്ട് എൻ്റെ കുട്ടി മാറുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരു അച്ഛനെന്ന നിലയിൽ എന്നെ വല്ലാതെ തളർത്തി എന്നാണ് പ്രകാശ് രാജ് അദ്ദേഹത്തിൻ്റെ അനുഭവം ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഹിന്ദിയും ഫ്രഞ്ചും തുടങ്ങിയ അന്യഭാഷകളുമൊക്കെ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാവും. അതുകൊണ്ടാണ് അവളെ ആ ഭാഷകളൊക്കെ പഠിപ്പിച്ചത്. പക്ഷേ ഭാവിയിൽ പ്രയോജനമുണ്ടാവുമായിരിക്കും. പക്ഷേ ഇന്ന് പ്രയോജനപ്പെടുത്താനുള്ള മാതൃഭാഷ അവളുടെ കൈവശമില്ല എന്നുള്ളത് എൻ്റെ വലിയ കുടുംബ പ്രശ്നത്തിലെ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിന്നു പോന്നു. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. പ്രസവിച്ച് വളർന്ന് അതിനുശേഷം മുട്ടുകാലിൽ നടക്കുന്നത് പോലെ, കമന്ന് നീന്തി തുടങ്ങിയതുപോലെ ഞാൻ എൻ്റെ ഭാഷ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കന്നഡയും തമിഴും മലയാളവും ഹിന്ദിയും ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിവ് ഞാൻ നേടിയെടുത്തത് എൻ്റെ മാതൃഭാഷയിലുള്ള ആഴത്തിലുള്ള അറിവാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഒരുപക്ഷെ മാതൃഭാഷയിൽ എനിക്ക് യാതൊരു അറിവുമില്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ മാതൃഭാഷയായ കന്നഡ ഞാൻ പഠിച്ചത്
എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ മറ്റുള്ള ഭാഷകൾ ഞാൻ പഠിച്ചത് തൊഴിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ തൊഴിലിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എൻ്റെ ജീവിതത്തിനും എൻ്റെ ശ്വാസത്തിനുമാണ് എന്നതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ ഭാഷയായ എൻ്റെ മാതൃഭാഷയ്ക്ക് തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മ വാരിത്തന്ന ഭക്ഷണം പോലെ, എൻ്റെ ഉള്ളിലെ സ്വപ്നം പോലെ, അമ്മ പറഞ്ഞ കഥകൾ പോലെ, നക്ഷത്രങ്ങൾ പോലെ എൻ്റെ രക്തത്തിൽ ഞരമ്പുകളിൽ ഒഴുകി വരുന്ന ഭാഷയാണ് എൻ്റെ മാതൃഭാഷ. അതുകൊണ്ട് തന്നെ അതെനിക്ക് പഠിക്കുകയായിരുന്നില്ല, അത് ഞാൻ അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് വളരെ എളുപ്പവുമായിരുന്നു. എന്നാൽ എൻ്റെ മകളുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അവൾക്ക് അവളുടെ ജീവരക്തമായിട്ട് മാതൃഭാഷ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവൾ എത്തിയത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാതൃഭാഷ കന്നഡയും എൻ്റെ മകളുടെ മാതൃഭാഷ അത് തമിഴുമാണ്. കാരണം അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയായിരുന്നു. അവൾ ജനിച്ചതും വളർന്നതും അവിടെയാണ്. അതുകൊണ്ട് ആ ഭാഷ അവളിലേക്ക് എത്തിച്ചേരേണ്ടതായിരുന്നു. അവൾ വളർന്ന പരിസരം തമിഴ്നാടാണ്. എന്നിട്ടും അവൾക്ക് ആ മാതൃഭാഷയുടെ മധുരമോ അതിൻ്റെ രുചിയോ അവൾ അറിയാതെയാണ് വളർന്നത് എന്നത് ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു മാതൃഭാഷ സ്നേഹി എന്ന നിലയിൽ എനിക്ക് വലിയൊരു കുറച്ചിലായിട്ടാണ്, വേദനയായിട്ടാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. എല്ലാവരുടെയും വിചാരം മാതൃഭാഷ എന്ന് പറയുന്നത് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന നിലയിലാണ്. അങ്ങനെ ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വാഹിനിയാണ്. മനുഷ്യൻ്റെ സുഖവും അതുപോലെ തന്നെ ദുഃഖവും അതിനെ വഹിച്ചു കൊണ്ടുപോകുന്ന, മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളെ, ഹൃദയത്തെ, മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ഇടം അത് നമ്മുടെ മാതൃഭാഷയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന പരിസരത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അതാണ് നമ്മുടെ മാതൃഭാഷ, അല്ലേ? ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ പരിസരത്ത് ഈ സമൂഹം സംസാരിക്കുന്ന ഭാഷ മലയാളമായതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മാതൃഭാഷ ഏതാണ്? അത് മലയാളമാണ്. ആ മലയാളം നമുക്ക് പറയുവാനും എഴുതുവാനും ആളുകളുമായിട്ട് കൃത്യമായി നമ്മുടെ ആശയത്തെ വിനിമയം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ഇടപെടുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം പുറകിലേക്കാണ് പോകുന്നത്, എത്രത്തോളം താഴ്ചയിലേക്കാണ് പോകുന്നതെന്ന് ഊഹിച്ചെടുത്താൽ മതി. എന്നാൽ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ പോലെയല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സാംസ്കാരികമായ അപജയത്തിലേക്കും സംസ്കാര ശൂന്യതയിലേക്കുമാണ് അവർ പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു. നമ്മുടെ ഭാഷ സംസാരിക്കാൻ അറിയാതെ മറ്റ് ഭാഷകൾ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഭാഷ സംസാരിച്ചിട്ട് വേണം മറ്റു ഭാഷകളിലേക്ക് നമുക്ക് പോകാനായിട്ട് എന്ന് ഞാനിവിടെ പറയുമ്പോൾ, മാതൃഭാഷ സംസാരിക്കണമെന്ന് പറയുമ്പോൾ മറ്റു ഭാഷകളെ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്. പകരം നമ്മുടെ ഭാഷയിലൂടെ ബൗദ്ധികമായും മാനസികമായിട്ടുള്ള വികാസം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ആ വളർച്ചയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നത്. അതിൽ ചവിട്ടിക്കയറി തന്നെയാണ് മറ്റു ഭാഷകളിലേക്കും അവിടെ നമ്മുടെ വിഷയങ്ങൾ പഠിക്കുന്നതിലേക്കുമൊക്കെ നമുക്ക് ഉയർച്ചകളിലെത്താൻ സാധിക്കുകയുള്ളൂ. പ്രകാശ് രാജ് പിന്നെ പറയുന്നൊരു അനുഭവം എന്ന് പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു ഉദ്ഘാടന വേളയിലേക്ക് പങ്കെടുക്കുകയുണ്ടായി. അവിടെ നൂറുകണക്കിന് ചെറുപ്പക്കാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സംസാരമെല്ലാം കേട്ടപ്പോൾ ഞാൻ അതിലൊരാളോട് ചോദിച്ചു, നിങ്ങളുടെ നാട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ചിക്കമംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. പിന്നെ എന്തുകൊണ്ടാണ് കന്നഡയിൽ സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാർ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ എനിക്കറിയില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് സ്വന്തം നാടിൻ്റെ ഭാഷയെ അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം മോശമാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്, അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ എനിക്കറിയില്ല എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും മറ്റ് എവിടെ പഠിച്ചാലും ഏതു ഭാഷകൾ പഠിച്ചാലും സ്വന്തം ഭാഷയെ അറിയാതെ മറ്റു ഭാഷകളിലേക്ക് ചേക്കേറുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ അസ്തിത്വത്തെയാണ് എന്നുള്ളത് മറന്നു പോകരുത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിദ്യാലയങ്ങളിൽ മാതൃഭാഷയുടെ കയ്യും കാലും കെട്ടി മൂലക്കിരുത്തിയിരിക്കുന്ന കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലും ഇത്തരത്തിൽ മാതൃഭാഷ സംസാരിക്കാതെ മറ്റു ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്നത് മനസ്സിലെ നന്മയും വികാരങ്ങളും നമ്മുടെ മനസ്സിലെ സാമൂഹികമായി നമുക്കുണ്ടാവേണ്ട പല കാര്യങ്ങളുമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതായിട്ട് കാണേണ്ടിയിരിക്കുന്നു. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ കുട്ടികൾ നമ്മോട് ഒപ്പമുണ്ടെങ്കിലും അവർ നമുക്ക് അന്യരായിട്ടാണ് തുടരുന്നത് എന്നുള്ളത് ഈ കാലഘട്ടം
തെളിയിക്കുന്ന സത്യമാണ്. അതുകൊണ്ടുകൂടി ആവാം അല്ലേ നമ്മുടെ നാട്ടിൽ ഇത്രയധികം വൃദ്ധസദനങ്ങൾ പെരുകുന്നതും പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നമ്മൾ ഭാഷയുടെ ചിറകിലേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ സംസ്കാരം മറന്ന് വന്ന വഴി മറന്ന് വൃദ്ധസദനങ്ങളുടെ വാതിലുകൾ തേടിപ്പോകുന്നവരായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? മാതൃഭാഷ പഠിക്കാതെ മാതൃഭാഷയുടെ നന്മ ഇല്ലാത്ത മക്കൾ ഉള്ളതുകൊണ്ടാവില്ലേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ അനിവാര്യതയും ആവശ്യവും കാരണം നമ്മൾ പല ഭാഷകളും പഠിക്കുന്നുണ്ട്. അത് ആവശ്യമാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ കാലത്ത് ലോകം മുഴുവൻ ഒരു വ്യാപാര ഇടമായിട്ട് മാറുമ്പോൾ, കച്ചവട ഇടമായിട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമല്ലേ? ജീവിതത്തിൽ അത് വലിയ ദുരന്തമാണ് എന്ന് കരുതേണ്ട കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ നേടിയെടുക്കുമ്പോൾ, അത് ആവശ്യമാകുമ്പോൾ മാതൃഭാഷ അത്യാവശ്യമാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ നകളിച്ച് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ ചിലർ. അവരെങ്കിലും ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് അവർ ആശയവിനിമയം നടത്തുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും അവർ വിനിമയം ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ ഇംഗ്ലീഷിലുള്ള ഏതെങ്കിലും ഒരു എഴുത്തുകാരെ അവർക്ക് പരിചയമുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇംഗ്ലീഷിൻ്റെ സാഹിത്യ കലവറയിൽ നിലനിൽക്കുന്ന ഷേക്സ്പിയറിനെയും വേർഡ്സ്വർത്തിനെയും കീറ്റ്സിനെയും ഹെമിംഗ്വേയും മിൽട്ടനെയും തുടങ്ങി ഇംഗ്ലീഷിലെ തത്വചിന്തകരായിട്ടുള്ള ആളുകളെ പറ്റിയുമൊക്കെ അവർക്ക് ഒരു ചുക്കും അറിയാതെയാണ് അവരെല്ലാം ഇംഗ്ലീഷിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയിലുള്ള സാഹിത്യങ്ങളെ നമ്മൾ പഠിച്ചിരിക്കണം. ആ ഭാഷ സാഹിത്യ വ്യവഹാരങ്ങളെ, അതിൻ്റെ നന്മയെ, ആ ഭാഷയ്ക്ക് സമ്മാനിച്ച ആളുകളെക്കുറിച്ച് കേവലമായ ധാരണകളെങ്കിലും ഉണ്ടാവേണ്ടിയിരിക്കണം. അതില്ലാതെയാണ് ഇന്ന് പലരും ഇംഗ്ലീഷിൻ്റെ മേനിയും അതിൻ്റെ പുതപ്പും പുതച്ച് നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്നത്. പാശ്ചാത്യ സാഹിത്യകാരനായ വേർഡ്സ്വർത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: സാഹിത്യമെന്ന് പറയുന്നത് അതൊരു ഓവർഫ്ലോ ആണ്, അത് അനിർഗളമായ ഒരു പ്രവാഹമാണ്. നമ്മുടെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒക്കെ അനിർഗളമായ ഒരു ഇടർച്ചയില്ലാത്തൊരു ഒഴുക്കാണ് സാഹിത്യമെന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പറച്ചിലുകളും അവരുടെ എഴുത്തുകളും യാതൊന്നും തന്നെ അറിയാതെയാണ് ഇംഗ്ലീഷിൻ്റെ മീനി നടിച്ച് ആളുകൾ നടക്കുന്നതും. അവർക്ക് ഭാഷ സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാൽ അവർക്ക് ആ ഭാഷയിൽ നിന്നും ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്ന സാഹിത്യത്തെ, സംസ്കാരത്തെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ്. എനിക്ക് മലയാളം നന്നായി അറിയാം, മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ മലയാളത്തെ അറിഞ്ഞു എന്ന് പറയാൻ പാടില്ല. ഈ മലയാള സാംസ്കാരികമായ ഇടങ്ങളിലേക്ക് സംഭാവനകൾ നടത്തിയ ആളുകളെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. മലയാള കവിത്രയങ്ങളെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും ആധുനിക കവികളും മലയാളത്തിന് മുമ്പുണ്ടായിട്ടുള്ള പാട്ട് സാഹിത്യവും മണിപ്രവാള സാഹിത്യവും അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ഇടപെടലുകളും സാമൂഹികമായിട്ട് നടന്നിട്ടുള്ള മലയാള പോരാട്ടങ്ങളെ പറ്റിയുമൊക്കെ അറിഞ്ഞ് ആ സംസ്കാരത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ആ ഭാഷയുടെ മക്കളാവുന്നത്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് അറിയണമെങ്കിൽ ആ ഇംഗ്ലീഷ് ഇടങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കേവലമായ ധാരണകളെങ്കിലും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഭാഷയുടെ സൗന്ദര്യം അറിയാത്തത് ഇംഗ്ലീഷ് പഠിച്ച് ഷേക്സ്പിയർ ആരാണെന്ന് അറിയാത്ത ആളുകളാണ്. അവർക്ക് ഷേക്സ്പിയറിൻ്റെ ഭാഷാ സൗന്ദര്യവും അതിൻ്റെ പ്രാധാന്യവും ഒന്നും തന്നെ മനസ്സിലാവില്ല. അവരുടെ ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പരസ്പരം വൈര്യവും ക്രൗര്യവും നിറഞ്ഞ ഇംഗ്ലീഷുണ്ടല്ലോ, ആ ഇംഗ്ലീഷാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തിപ്പോകുന്നത്. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ നമുക്കൊരു WWE എന്ന് പറയുന്ന പരിപാടിയിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അന്ന് പരസ്പരം തമ്മിലടിപ്പിക്കുന്ന അതിൻ്റെ മാനേജറായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ക്രൗര്യവും അദ്ദേഹത്തിൻ്റെ ആ വീര്യവും നിറഞ്ഞ ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഷയാണ് കുട്ടികളിലേക്ക് അധികവും ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. ഭാഷ നമ്മുടെ ജീവിതത്തിൻ്റെയും ധാരണകളെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഷേക്സ്പിയറിനെയും വേർഡ്സ്വർത്തിനെയും അറിയുന്ന ഇംഗ്ലീഷ് പഠിച്ച ആളുകൾക്ക് ആ മാനസിക നിലയിലേക്ക് എത്താനുള്ള ഒരു യാത്രയും, ഇന്നുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞ
ട്രംപ് സംസാരിക്കുന്ന ആ സംസ്കാരവുമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. അതുതന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ചെറുപ്പക്കാർ യാതൊരു മടിയുമില്ലാതെ വളരെ മാനസിക വൈകൃതങ്ങളോടുകൂടി പെരുമാറുന്നതും ഇടപെടുന്നതുമെല്ലാം. എൻ്റെ തെലുങ്ക് നാട്ടിൽ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറ് പൊട്ടിച്ചാവും നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും ആളുകൾ. എന്നാലോ ഗോദാവരി കൃഷ്ണാനദി തീരങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് അത് പറയാന്ന് വെച്ചാൽ, നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം നിനക്ക് ഫലമായി വീഴും, നോക്കിക്കോ എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ ആശയങ്ങളാണ് പറയുന്നതെങ്കിലും പറയുന്നതിലുള്ള വ്യത്യാസം, അവതരണത്തിലുള്ള ഭാഷാപ്രയോഗത്തിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് വളരെ സൗമ്യവും ഒന്ന് വളരെ ക്രൗര്യവും രോഷവും നിറഞ്ഞതാണ്. ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മലയാളമോ ഇംഗ്ലീഷോ ആയിക്കൊള്ളട്ടെ, ആ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ജനതയുടെ ആ സമൂഹത്തിൻ്റെ സംസ്കാരം അറിയുക എന്നുകൂടിയാണ്. മലയാളം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷ പഠിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ സംസ്കാരമാണ്. അതറിയാതെ ഭാഷ ആശയവിനിമയത്തിന് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, യാതൊരു ഗുണവുമില്ല, അതിൽ യാതൊരു അർത്ഥവുമില്ല. ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ജീവിതം ഒരു അർത്ഥവുമില്ലാത്തതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിന്മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധം അത് അവരുടെ ഭാഷയായിരുന്നു. ഇംഗ്ലീഷ് നമുക്കറിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ പലപ്പോഴും മൗനത്തോടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഭാഷ ഉപയോഗിച്ച് നമ്മളെ അടിച്ചമർത്തിയാണ് അവർ നിയമവ്യവസ്ഥകളും അവർ ഇവിടെ ഒരു ഭരണകൂടം തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഭാഷയ്ക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് ഇന്നും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഭാഷ പഠിക്കുക എന്നുള്ളത് ആ ഭാഷയ്ക്ക് നാം അടിമപ്പെടുക എന്നുള്ളൊരു അർത്ഥമല്ല നമ്മൾ അതിന് നൽകേണ്ടിയിരിക്കുന്നത്. മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് നമ്മൾ ആ നാടിൻ്റെ ആളായിട്ട് മാറുമെന്ന സത്യം നമുക്കറിയാം. സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിലെല്ലാം ഇളയച്ഛനും ഇളയമ്മയും വല്യച്ഛനും അമ്മാവനും അങ്ങനെ ഒത്തിരി ബന്ധങ്ങൾ കൂടിച്ചേർന്ന കൂട്ടുകുടുംബത്തിൻ്റെയും സ്നേഹബന്ധങ്ങളുടെയും ആഴത്തിൽ ജീവിച്ചിരുന്ന മലയാളികൾക്ക് ഇന്ന് അണുകുടുംബത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആ സാംസ്കാരികമായ അപജയം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് എല്ലാ ബന്ധങ്ങളും അങ്കിളും ആൻറ്റിയുമായിട്ട് ഒടുങ്ങുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും രക്തബന്ധങ്ങളുമെല്ലാം കേവലം ഏതെങ്കിലും ഒന്നിൽ മാത്രം കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോവുക. അത്തരത്തിലേക്ക് ഈ ഒരു യാത്ര, നമ്മുടെ സാംസ്കാരികമായ യാത്ര മുന്നോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. എൻ്റെ മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അഭിമാനം കൊള്ളുന്ന രക്ഷിതാക്കൾ അവരുടെ സാംസ്കാരികമായ അപജയം കൂടി മനസ്സിലാക്കി മാതൃഭാഷയാണ് കുട്ടിയുടെ ഉള്ളിലേക്ക് നമ്മുടെ സാംസ്കാരികമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടപെടലുകൾ നടത്താനുള്ള ഭാഷ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അവർ പാടുന്ന പാട്ട് റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടിയതിന് ഒരർത്ഥമുണ്ട്. നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ ഇവിടെ റെയിൻ റെയിൻ ഗോ എവേ എന്ന് നമ്മൾ പാടിക്കഴിഞ്ഞാൽ എന്ത് കാര്യമാണുള്ളത്? നമ്മുടെ നാട്ടിൽ മഴയും പുഴയും ഒഴുകി കൃഷിയും നമ്മുടെ ജീവിതവും നമ്മുടെ ആഘോഷങ്ങളും ഒക്കെ ഈ കാലാവസ്ഥയുമായി ചേർന്ന നാടാണ് നമ്മുടെ നാട്. നമ്മുടെ മലയാളം എന്ന നാട്, നമ്മുടെ കേരളം എന്ന നാട് ഇത്തരത്തിൽ കാലാവസ്ഥയുമായി വളരെയധികം ബന്ധമുള്ളൊരു നാടാണ്. നമ്മളൊരിക്കലും റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടിയ അതൊരു പരിഹാസമായി തീരുകയാണ്. നമ്മുടെ നാട്ടിൽ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പുഴ മരിച്ചുകൊണ്ടിരിക്കുന്ന, വെയിൽ കൊണ്ട് ജീവിക്കാൻ കഴിയാതെ കാട് തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മണ്ണിൻ്റെ മക്കളായ നമ്മൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടുന്നത് ശരിയല്ലല്ലോ എന്ന് പ്രകാശ് രാജ് ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു ചിരിയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ആ ചിരി വേദനയുടെ, ആ ചിരി നമ്മുടെ കുറ്റബോധത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ പാടേണ്ട പാട്ട് എങ്ങനെയായിരിക്കണം? എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് 4 ലിറ്റർ വെള്ളം പകരുക എന്നല്ലേ? മേഘമേ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾക്ക് കുടിനീരായി 4 ലിറ്റർ വെള്ളം നൽകിയല്ലേ നീ പോകേണ്ടത് എന്ന് പാടേണ്ട കാലത്താണ് നമ്മൾ നമ്മുടെ നഴ്സറി ക്ലാസ്സുകളിൽ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടി പഠിപ്പിക്കുന്നത്. ആ കുട്ടിയുടെ പിഞ്ചിളം മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നത് മഴയെ മഴയെ നീ വരല്ലേ എന്നല്ലേ? പകരം ഇവിടെയുള്ള ജീവികൾക്ക് അനുഗ്രഹമായിട്ട് മേഘമേ നിൽക്കൂ, ഞങ്ങൾക്ക് 4 ലിറ്റർ വെള്ളം തരുമെന്ന് പാടി പഠിപ്പിക്കേണ്ട കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല.
ഞാൻ ഏത് ജാതിയിൽ പിറന്നോ എനിക്ക് ആ ജാതിയുമായിട്ടൊരു ബന്ധവുമില്ല. ഇവിടെ പ്രകാശ് രാജ് പറയുന്ന അവസാനത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഞാൻ ഏത് ജാതിയിൽ പിറന്നോ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് എൻ്റെ മേൽ ഞാൻ അറിയാതെ തന്നെ ചുമത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലോ ഭാഷ അങ്ങനെയല്ല. ജാതിയും നമ്മുടെ വിശ്വാസങ്ങളും മാറ്റാനായിട്ട് കഴിയുമെങ്കിലും നമ്മുടെ ഭാഷയെ മാറ്റാൻ, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന മാതൃഭാഷയെ പിഴുതെടുക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് എനിക്ക് മലയാളം അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചാൽ ഞാൻ എൻ്റെ അമ്മയെ മറന്നു എന്ന് പറയുന്നത് ഒന്നല്ലേ എന്ന് കുട്ടികൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രകാശ് രാജ് നമ്മോട് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം മാതൃഭാഷ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ആ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിലൊരു ചിത്രമുണ്ട്. ഒരു മനുഷ്യൻ്റെ രൂപം കൊടുത്ത് ആ മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയും ആകാശം ഇരുണ്ട് നക്ഷത്രങ്ങൾ നിറഞ്ഞതും ഈ മറ്റൊരു ഭാഗത്ത് പ്രകൃതിയുടെ ചിത്രവും ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യനെയാണ്. ഒരു പട്ടം പോലെയാണ് അത് പിടിച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ പട്ടം പോലെ പറന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഭൂമിയും സ്വപ്നവും നന്മയും സഹഭാവവും സൗന്ദര്യബോധവും ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രതിഭയും അനുഭൂതിയും അറിവും ഭാവനയും കരുണയും പ്രകൃതിയും കരുതലും പ്രതീക്ഷയും സ്നേഹവും ഒക്കെയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അത് അവൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് മാതൃഭാഷയിലൂടെയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അവൻ്റെ ഉള്ളിലേക്ക് ഇത്രമേൽ ആഴത്തിൽ സ്നേഹവും സ്വപ്നവും നന്മയും സഹഭാവവും എത്തിക്കാൻ മാതൃഭാഷയേക്കാൾ മേന്മ നിറഞ്ഞ ഒരു ഭാഷയും ഈ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അമ്മ മലയാളം എന്ന് പറയുന്ന കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കുറച്ച് വരികൾ ഞാനിവിടെ വായിക്കാം. ഓർക്കുക, അച്ഛനും അമ്മയും പ്രണയിച്ച മലയാളം, കുമ്പിളിൽ കഞ്ഞി വിശപ്പകറ്റുവാൻ വാക്കു തന്ന മലയാളം, പെങ്ങളോടെല്ലാം പറഞ്ഞ് തളിർക്കുവാൻ വന്ന മലയാളം, കൂലി പോരെന്നറിഞ്ഞ് പിണങ്ങുവാൻ ആയുധം തന്ന മലയാളം, ഉപ്പ് കർപ്പൂരം ഉമിക്കരി ഉപ്പേരി തൊട്ട് കാണിച്ച മലയാളം. അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് അമ്മയായും അച്ഛനായും പെങ്ങളായും വിശപ്പായും സമരമായും മാറിയ, ഉപ്പും കർപ്പൂരവും ഉമിക്കരിയും ഉപ്പേരിയുമായി മാറിയ മലയാളം, ഇതെല്ലാം എനിക്ക് തൊട്ട് കാണിച്ചത്, എൻ്റെ ഉള്ളിലേക്ക് ഇവരെയെല്ലാം ചേർത്ത് പിടിച്ചത് എൻ്റെ മലയാളമാണ്. അങ്ങനെ മലയാള ഭാഷയുടെ പ്രാധാന്യം പറഞ്ഞിട്ടുള്ള കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ വരികൾ ഞാനിവിടെ പറഞ്ഞു. വള്ളത്തോളിൻ്റെ വരികൾ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ഓരോ മനുഷ്യൻ്റെയും പെറ്റമ്മ എന്ന് പറയുന്നത് പ്രസവിച്ച ആ അമ്മ, അത് മാതൃഭാഷയാണ്. മറ്റുള്ള ഭാഷകളൊക്കെ കേവലം ധാത്രിമാർ മാത്രമാണ്. കൂടാതെ ഈ പാഠഭാഗത്തിൽ തന്നെ MT വാസുദേവൻ നായർ മാതൃഭാഷയ്ക്ക് നൽകിയിട്ടുള്ള മാതൃഭാഷാ പ്രതിജ്ഞ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ്. മലയാളമാണ് എൻ്റെ ഭാഷ, ആ ഭാഷ എൻ്റെ വീടാണെന്നും ആകാശമാണെന്നും ഞാൻ കാണുന്ന നക്ഷത്രമാണെന്നും എന്നെ തഴുകുന്ന കാറ്റാണെന്നും എനിക്ക് കുളിർവെള്ളമായും അമ്മയുടെ തലോടലും ശാസനയും ഞാൻ കാണുന്ന സ്വപ്നവും എല്ലാം എൻ്റെ ഭാഷയാണ്, ഞാൻ തന്നെയാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്ന MT വാസുദേവൻ നായരുടെ വരികൾ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. മാതൃഭാഷയോടുള്ള സ്നേഹം കേവലം മാതൃഭാഷാ ദിനത്തിലോ വായനാവാരത്തിലോ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. നമ്മുടെ ശ്വാസമുള്ള നാൾ വരെയും, നമ്മുടെ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ഏത് സാഹചര്യം വരെയും നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടിയിരിക്കുന്ന നന്മയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, സഹഭാവത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ, കരുണയുടെ ആർദ്രമായ ഒരു തണലാണ്, തണുപ്പാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുക. നമ്മുടെ സംസ്കാരം വളരേണ്ടത്, സാംസ്കാരികമായ ഔന്നത്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതെല്ലാം മാതൃഭാഷയുടെ കൈപിടിച്ചായിരിക്കണം. ഇല്ലെങ്കിൽ അതൊരു ചീട്ടുകൊട്ടാരം പോലെ പൊട്ടി വീഴാവുന്ന, ഒടിഞ്ഞു പോവാവുന്ന ഹൈബ്രിഡ് മരങ്ങളുടെ കമ്പ് പോലെ തകർന്നു പോകുന്ന ഒന്നായിട്ട് മാറും. അങ്ങനെ ആഴത്തിൽ വേരിറങ്ങാത്ത, തഴച്ചു വളരാത്ത, കുറേ കാലം നിലനിൽക്കാത്ത ഹൈബ്രിഡ് മരങ്ങളായിട്ട് മാറാതെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നാട്ടുവൃക്ഷങ്ങളായിട്ടുള്ള അരയാലും തേന്മാവും പോലെ ആഴത്തിൽ നല്ല കാതലുള്ള മരങ്ങളായിട്ട് വളരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മാതൃഭാഷയെ സ്നേഹിക്കുക. ഭാഷ ചിറകാവുമ്പോൾ ഏതാകാശവും നിങ്ങളുടെ സ്വന്തമാവും എന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുക. നന്ദി. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.